Hello everyone, welcome to GHC Growth Talks. Today we are at FemiSafe, one of the promising D2C startup from Kerala as well as in South India. They work on Femtech segment. Welcome to FemiSafe. കേരളത്തിൽ D2C അല്ലെങ്കിൽ ഇ കോമേഴ്സ് അല്ലെങ്കിൽ ഷോപ്പിഫൈ എന്നൊക്കെ കേൾക്കുന്ന സമയത്താണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു D2C ബ്രാൻഡ് കേരളത്തിൽ ലോഞ്ച് ചെയ്യാനായിട്ട് എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫെമിസേഫിനും നൗറിനും നസീഫിനൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിരുന്നത്? നമ്മുടെ മെയിൻ ചലഞ്ച് എന്താ വെച്ചാൽ അങ്ങനെ ഒരു എക്കോ സിസ്റ്റമേ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരോട് ചോദിക്കും? നമുക്കിപ്പോൾ ഒരു വെണ്ടറിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മാർക്കറ്റിംഗ് രീതിയെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ എന്ത് ചോദിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഇരുന്ന് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിച്ചു. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബിയോണ്ട് ദാറ്റ് ദർ വാസ് നോബഡി ടു ഹെൽപ്പ്. ഇത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ദെൻ വി സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ടു ബാംഗ്ലൂർ, ബോംബെ ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ഫൗണ്ടേഴ്സിനും അവിടുത്തെ എക്കോസിസ്റ്റം ഒക്കെ കണക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പരിധി വരെ നമുക്കത് ആ പ്രോബ്ലം ടാക്കിൾ ചെയ്യാൻ പറ്റി. നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചെങ്കിൽ നമുക്കുണ്ടായ പ്രോബ്ലം ബാക്കിയുള്ളവർക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ വെച്ചെങ്കിൽ കേരളത്തിൽ ഓരോരോ D2C ഫൗണ്ടറെയും ഐഡൻറ്റിഫൈ ചെയ്തൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ആ കമ്മ്യൂണിറ്റിയിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊരു പരിധി വരെ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കേരള D2C ecosystem is very small. We still have to travel very frequently to these big cities, Bangalore, Bombay, Delhi. ശരിക്കും സ്റ്റാർട്ടപ്പ് ജേർണിയിൽ എസെൻഷ്യലാണ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഗ്രോത്ത് ക്യാപിറ്റൽ എന്നാണ് ഫണ്ടിങ്ങിനെ പറ്റി പറയുക. ആവശ്യമുള്ളപ്പോഴാണ് ഫണ്ട് റേസ് ചെയ്യാൻ പാടുള്ളൂ. ശരിക്കും ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് തുടങ്ങി ആവശ്യമുള്ള സമയത്ത് എക്സ്റ്റേണൽ ഫണ്ടിങ്ങിലേക്ക് പോകണമെന്നാണ് നോർമലി എല്ലാവരും നമ്മൾ സംസാരിക്കുക. നിങ്ങളുടെ കേസിൽ എങ്ങനെയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് ആയിരുന്നോ എക്സ്റ്റേണൽ ഫണ്ടിങ് ആയിരുന്നോ? എങ്ങനെയാണ് നിങ്ങളുടെ ഇനീഷ്യൽ ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഫോർ ഫസ്റ്റ് 2 years ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആക്ച്വലി ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സമയത്ത് നമ്മൾ ക്യാപിറ്റലും ആ ഒരു രീതിയിലൊന്നും ചിന്തിച്ചിരുന്നില്ല. ഒരു പ്രോബ്ലം ഉണ്ട് സോൾവ് ചെയ്യാൻ. സോ വി വർ ഒബ്സസ്ഡ് അബൌട്ട് ദ പ്രോബ്ലംസ്. ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ ഒബ്സഷൻ കൊണ്ട് മാത്രം ഇത് വളരെ ക്യാപിറ്റൽ വേണമെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ വി വർ ഫെയർലി ന്യൂ ടു ദ ഹോൾ എക്കോസിസ്റ്റം. നമുക്ക് ഫണ്ടിങ്ങിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. നമുക്ക് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ആ ടൈമിൽ നൗറിൻസ് ഡാഡ് കെയിം ആസ് ഫസ്റ്റ് ഇൻവെസ്റ്റർ. പുള്ളിയാണ് നമ്മുടെ ഫസ്റ്റ് ഏഞ്ചൽ ഇൻവെസ്റ്റർ. പുള്ളി ഒരു ഹീറോ ടെക് ചെക്ക് ടു അസ്. വി ഗോട്ട് സം ടൈം. ആ സമയത്ത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് എങ്ങനെ ഫണ്ട് റേസ് ചെയ്യണം. വി വെൻ ടു മൾട്ടിപ്പിൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. വി വെൻ ടു ബിഗ് VCs ഇൻ ദ ബിഗിനിങ്. നമ്മൾ മാസം 50,000 റവന്യൂ ഉള്ള സമയത്ത് നമ്മൾ ഫയർ സൈഡിൻ്റെ അടുത്ത് പോയി. Because അന്നേരം again because Kerala's D2C ecosystem is very small and ഭയങ്കര nascent സ്റ്റേജിലുള്ളത്. അപ്പം നമുക്ക് വെച്ചാൽ നമുക്കറിയാം ഫണ്ട് റേസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പം ആരെടുത്ത് എപ്പം ഏത് ലെവലിലാണ് പോകേണ്ടത് വി സ്റ്റിൽ ഡിഡ് നോട്ട് നോ. അപ്പം ഞാനിങ്ങനെ നസീഫ് യൂസ് ടു ഫോക്കസ് ഓൺ എന്താ പറയുക കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മെയിൽ അയക്കും VCs-നും ഇവർക്കൊക്കെ വലിയ വലിയ ഫോംസിന്. അപ്പോൾ അവർ ബിക്കോസ് മേ ബി ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് വി ആർ ഓൾസോ വെരി ന്യൂ. അവർ ലൈക്ക് ഭയങ്കര പൊളൈറ്റ്ലി അവർ പറയും ലൈക്ക് ഇപ്പം നിങ്ങൾ ഭയങ്കര ഏർലി സ്റ്റേജ് ആണ്. Right now you have to look for angel investors. Future always come back to us. പക്ഷേ I think it's always good to be connected to VC networks, angel networks, even if you don't need funds. Because ആ കണക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ whenever you want you can raise. പക്ഷേ നമുക്ക് പൈസ വേണ്ട സമയത്ത് നമ്മൾ പോയി കണക്ഷൻസ് നോക്കുമ്പം ചിലപ്പോൾ അത് നമുക്ക് കാശ് വേണ്ട സമയത്ത് കിട്ടില്ല. അതൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ പിച്ച് ചെയ്ത് മിസ്റ്റേക്സ് ഒക്കെ ചെയ്ത് പഠിച്ച് റിഫൈൻ ആയിട്ട് അങ്ങനെ വി ഫൈനലി പിച്ച് ടു സ്പാർക്സ് ഏഞ്ചൽ നെറ്റ്വർക്ക്. അങ്ങനെ അവരാണ് ഫസ്റ്റ് നമുക്കൊരു ചെക്ക് എഴുതിയത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ക്യാനിന് ആദ്യം പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി എംബാരസിങ്. നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, നമുക്ക് പിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പിച്ചൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ 2ാമത്തെ പ്രാവശ്യം ക്യാൻ്റെ അടുത്ത് പോയപ്പോൾ ദി ഓൾസോ ഇൻവെസ്റ്റഡ്. ഇതാണ് ഫസ്റ്റ് ഏഞ്ചൽ സ്റ്റാർട്ട് നമ്മുടെ ഫണ്ട് റേസിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട്. ശരിക്കും സ്റ്റാർട്ടപ്പുകൾക്ക് ഗ്രാൻറ്റുകളും സീഡ് ഫണ്ടുകളും സീഡ് ലോൺസും അവൈലബിൾ ആണ്. പൊതുവെ കേരളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നോർമലി ഇന്നോവേഷനാണ് ഒരു ബെഞ്ച് മാർക്കായിട്ട് പറയുന്നത്. ഇപ്പോൾ D2Cയിൽ ഒരു പരിധി ഇന്നോവേഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ ഇന്നോവേഷൻ കുറവായിരിക്കാം, ട്രാക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഏർലി സ്റ്റേജ് ഗ്രാൻഡ് എന്തെങ്കിലും കിട്ടിയിരുന്നോ? അല്ലെങ്കിൽ എന്തൊക്കെ ഇൻക്യുബേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഏതൊക്കെ ബാങ്കുകളെ അല്ലെങ്കിൽ സപ്പോർട്ടിങ് സിസ്റ്റത്തിനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നത് ഇനീഷ്യലി ഗ്രാൻഡായിട്ടും സീഡ് ഫണ്ടായിട്ടും അവൈൽ ചെയ്യാനായിട്ട്? ഇനീഷ്യൽ ഡേയ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആൾക്കാർ കാണുന്നത് ഇന്നോവേഷൻ എന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്ക് വേണം, കോഡിങ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹാർഡ്വെയർ ആയിട്ട് അതായത് ഹാർഡ്വെയറിൽ ഇന്നോവേറ്റ് ചെയ്താൽ മാത്രം ആൾക്കാർ ഇന്നോവേഷൻ ആയിട്ട് കാണുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം കേരളത്തിന് പുറത്താണെങ്കിൽ ഇഫ് യു ക്രിയേറ്റ് എ ന്യൂ കാറ്റഗറി ദാറ്റ്സ് എൻ ഇന്നോവേഷൻ. ഇഫ് യു ആർ അൺടാപ്പിംഗ് അൺഅണ്ടർസ്റ്റുഡ് മാർക്കറ്റ് ദാറ്റ്സ് എൻ ഇന്നോവേഷൻ. ഇവിടെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനീഷ്യലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്ട്രേറ്റ് റിജക്റ്റ് ചെയ്യായിരുന്നു, ഇത് ട്രേഡിംഗ് ആണ്, ഒന്നുമില്ല. പിന്നെ നമ്മൾ കുറേ പറഞ്ഞ് മനസ്സിലാക്കി ഇവൻച്വലി ഐ തിങ്ക് പീപ്പിൾ ആർ റിയലൈസിങ് ഇറ്റ്. അങ്ങനെ നമുക്ക് KSIDC ഒരു ഫണ്ട് തന്നു, ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ട് ഉണ്ടായിരുന്നു അവർ 25 lakhs they granted.
റീസെൻ്റ്ലി KSMൻ്റെ അടുത്ത് നമുക്കൊരു സീഡ് ലോൺ കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള സീഡ് ഫണ്ട്. I think initially they used to see B2C startup ഒന്നാമത് startup culture in brands ഇപ്പം കേരളത്തിൽ വരുന്നേ ഉള്ളൂ. ആൻഡ് D2C എന്ന് പറയുമ്പം they used to consider as not a startup but an MSME. അതായത് മേ ബി ഹോം ബിസിനസ് ആ ഒരു കാറ്റഗറിയിലായിരുന്നു. സോ ഇറ്റ് വാസ് നസീഫ് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലൈക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ. വി ആർ എ സ്റ്റാർട്ടപ്പ് യുനോ ഇങ്ങനെയാണ് ടെക് മാത്രം. ബിക്കോസ് എനിക്കൊന്നും ഒരു നോർമൽ നോഷൻ ഉണ്ട് സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ AI അല്ലെങ്കിൽ ടെക് അല്ലെങ്കിൽ സംതിങ് സോഫ്റ്റ്വെയർ. ബട്ട് റൈറ്റ് നൗ ഇറ്റ് ഇസ് ചേഞ്ചിങ്. പക്ഷേ ഇനീഷ്യലി നല്ല ബുദ്ധിമുട്ടായിരുന്നു. പൊതുവെ ഈ ഫൗണ്ടേഴ്സിന് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ബേസിക്സ് അബൌട്ട് ഫൈനാൻഷ്യൽ ഫണ്ടമെന്റൽസ് പൊതുവെ ഒട്ടും അറിയാറില്ല എൻ്റെ എക്സ്പീരിയൻസിൽ. ഇപ്പോൾ നസീഫിനെ എനിക്കൊരു 3 വർഷം 4 വർഷമായിട്ട് അറിയാം. പക്ഷെ നമ്മളെക്കാളും കൂടുതൽ പല കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പലപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ആസ് എ ഫൗണ്ടർ എല്ലാവർക്കും ഫിനാൻസ് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ബേസിക് മെട്രിക്സ്, എനിക്ക് എത്ര റവന്യൂ ഉണ്ട്, എൻ്റെ ഒരു ബേൺ എങ്ങനെയാണ്, എനിക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ഞാനിത് ബ്രേക്ക് ഡൗൺ ആവും, അല്ലെങ്കിൽ ഇത് എപ്പോൾ പ്രോഫിറ്റബിൾ ആവും, ഇതൊക്കെ അറിഞ്ഞാലാണ് വാല്യുവേഷനും അതുപോലെ ഇൻവെസ്റ്റർ എക്സിറ്റൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾ ആരാണ് കൂടുതൽ, ഞാൻ മനസ്സിലാക്കുന്ന നസീഫാണ് കൂടുതൽ പഠിക്കുന്നതെന്നാണ്. നൗറിന് പറയുകയായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ശരിക്കും പലപ്പോഴും നമ്മുടെ ആളുകളെക്കാളും കൂടുതൽ ചില ഇൻസൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലാറ്ററായിട്ട് പറയുന്നതല്ല, പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? കാരണം പല ആളുകളും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി. അപ്പോൾ എന്തെങ്കിലും അതിനെപ്പറ്റി കുറച്ച് നിങ്ങളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഫെമിസേഫിൽ ഫൈനാൻസ് നമ്പേഴ്സൊക്കെ മോസ്റ്റ്ലി ഞാനാണ് നോക്കുന്നുള്ളത്. പ്രൈമറിൽ എന്ന് വെച്ചാൽ നൗറിന് ഇത് വലിയ താല്പര്യമില്ല. ഷീസ് മോർ ഇൻ ടു പ്രോഡക്ട്സ്, പീപ്പിൾ, സോഷ്യൽ മീഡിയക്കാണ്. ഞാൻ ചെറുത് തൊട്ടേ ഫാദറിൻ്റെ ബിസിനസ്സിലൊക്കെ പോയിരുന്നു, അവിടെ നോക്കുന്നു. സ്കൂൾ വെക്കേഷനുള്ള സമയത്ത് അന്നൊട്ടേ നമ്പേഴ്സ് നോക്കും. സോ ബേസിക് സെൻസ് ഓഫ് നമ്പേഴ്സ്. 10 രൂപക്ക് വാങ്ങിച്ചാൽ 12 രൂപക്ക് വിൽക്കണം, ആ മാത്ത് പണ്ടേ അറിയായിരുന്നു. ഈ കോംപ്ലക്സ് മാത്തൊക്കെ ഞാൻ ഫെമിസേഫിൽ വന്ന ശേഷം വീഡിയോസ് നോക്കിയിട്ടും. ഇപ്പോൾ ChatGPT ഉണ്ട്. ഐ സ്പീക്ക് ടു ലോട്ട് ഓഫ് ഫൗണ്ടേഴ്സ്. അതായത് 100 crore 200 crore ഒക്കെ ചെയ്യുന്ന ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് ഐ സ്പീക്ക് ടു ദം. CAസിനോട് സംസാരിക്കാറുണ്ട് കുറേ. ഞാൻ എൻ്റെ CAനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. ചെറിയ ചെറിയ നെറ്റിഗ്രിറ്റി ഡൗട്ട്സ് ഒക്കെ ആയിട്ട് പുള്ളിനെ വിളിക്കും ഫൗണ്ടേഴ്സ്. അങ്ങനെ ഓവർ ദ പീരീഡ് ചോദിച്ച് വായിച്ച് പഠിച്ചെടുത്തതാണ് ബേസിക്. നമുക്ക് ബേസിക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ടി പോലും. നമുക്ക് ഒരു സാധനം അറിഞ്ഞാലല്ലേ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അറിയാത്തൊരു സാധനം നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ലൈക്ക് മാൻഡേറ്ററി ടു ഹാവ്. ഇപ്പം നിങ്ങൾ നാളെ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൗണ്ടറിനെങ്കിലും ബേസിക് സെൻസ് വേണം. ഓൾവേസ് ഹാവ് എ ഫൗണ്ടർ വാസ് ഗുഡ് വിത്ത് നമ്പേഴ്സ്. നോർമലി എല്ലാ ഇൻസ്റ്റാഗ്രാം റീൽസിലും മോട്ടിവേഷണൽ സ്പീച്ചിലൊക്കെ എല്ലാവരും അവരെ സക്സസിനെ പറ്റി മാത്രം പറയുക. പക്ഷെ അതിനു മുമ്പ് എല്ലാ ഫൗണ്ടേഴ്സും ചിലപ്പോൾ അമൻ ഗുപ്തനെ പറ്റി പറയുമ്പോൾ ആള് 3rd വെഞ്ചറാണ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ എന്തായാലും ഉണ്ടായിരിക്കും. അത് ചെറുതുമായിരിക്കാം വലുതുമായിരിക്കാം. അതെങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്തു? അതുപോലെ അത് വരാതെ എങ്ങനെ നോക്കുന്നു? അപ്പോൾ അതുപോലെ ഫൈനലി ഈ ഫെയിലിയേഴ്സിനെ എങ്ങനെ നിങ്ങൾ കാണുന്നു ഫോർ ദി ഫ്യൂച്ചേഴ്സ്? ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം അഡ്രസ്സ് ചെയ്യാം. ഫെയിലിയേഴ്സിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ലേ. നമ്മൾ ഫെയിലിയേഴ്സിനെ കാണുന്നത് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ റാദർ ദാൻ എ മിസ്റ്റേക്ക്. ഞാൻ എപ്പോഴും ടീമിൻ്റെ അടുത്ത് പറയും, ആസ് ലോങ് ആസ് യു നോട്ട് റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്സ് അഗൈൻ ആൻഡ് അഗൈൻ ഇറ്റ്സ് ഫൈൻ. കാരണം ഓരോ മിസ്റ്റേക്കിലും ഒരു ലേണിംഗ് ഉണ്ടാവും. യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്ക് അഗൈൻ. ഇത് ഒരു ആൻസർ. രണ്ടാമത് ഒബ്വിയസ്ലി എല്ലാ സ്റ്റാർട്ടപ്സും മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സിലൂടെ പോയിട്ടാണ് ദേ ഫൈൻഡ് ദ റൈറ്റ് പ്ലേ ബുക്ക് ഓർ ദ റൈറ്റ് GTM. നമ്മളെ കേസിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മൾ ഫെമിസേഫ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 lakhs റവന്യൂയിലേക്ക് എത്തുമ്പം സ്കിൻ കെയർ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് നമ്മൾ വെച്ചു വി ക്യാൻ റൺ 2 brands എന്ന് വെച്ചാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി സ്കിൻ കെയർ ബ്രാൻഡ് തുടങ്ങി, സെപ്പറേറ്റ് ബ്രാൻഡായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3-4 months കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ്സ് ടു ഏർലി ടു ഡൈവേഴ്സിഫൈ. കാരണം വി ഹാവ് ഓൺലി ഇനഫ് റിസോഴ്സസ് ഫോർ 1 brand. അത്രമാത്രം ടീം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വി അണ്ടർസ്റ്റുഡ് ദ മിസ്റ്റേക്ക്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അതിന് നമ്മൾ കടിച്ചു തൂങ്ങിയില്ല. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്. ഫോക്കസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ്, എസ്പെഷ്യലി ഇൻ ദ ഏർലി സ്റ്റേജ്. നമ്മളൊരു മിനിമം ഒരു 100 crore 200 crore എത്തുന്നത് ഫോക്കസ് ഓൺ 1 brand. ആഫ്റ്റർ ദ റിംഗ് തിങ്ക് അബൌട്ട് ഡൈവേഴ്സിഫൈങ്. ഡോണ്ട് ഡൈവേഴ്സിഫൈ ടു ഏർലി. അതാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചൊരു പാഠം. നോർമലി ഒരു ഫൗണ്ടേഴ്സാണ് സ്റ്റാർട്ടപ്സിൻ്റെ ബാക്ക് ബോൺ. ഇപ്പോൾ ഏർലി സ്റ്റേജ് ഫണ്ടിങ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും വാല്യുവേഷൻ എന്നൊക്കെ പറഞ്ഞ് വരും പ്രീ റവന്യൂവിൽ. അവിടെ യൂസ് ചെയ്യുന്ന 2 വാല്യുവേഷൻ മെത്തഡോളജീസാണ് ബർക്കസ് മെത്തേഡും ബാലൻസ് സ്കോർ കാർഡ് മെത്തേഡും. 2 കാര്യങ്ങളാണ് നോക്കുന്നത്: ഫൗണ്ടേഴ്സിൻ്റെ കേപ്പബിലിറ്റി, മൾട്ടിപ്പിൾ സ്കിൽസ്, ഹൗ ടു ഡു ദി GTM. സിമ്പിൾ പ്രൊഡക്റ്റ് ആണെങ്കിലും ഫൗണ്ടേഴ്സ് ആർ ദി ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ഈ കോ ഫൗണ്ടേഴ്സ് ആയിക്കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഗുണമാണോ ദോഷമാണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് വീട്ടിലേക്ക് വരുന്നുണ്ടോ? ചോദിക്കാൻ കാരണം ഞാനും വൈഫും ഒരു പോയിന്റിൽ കോ ഫൗണ്ടറാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു പോയിന്റ്, എനിക്ക് എളുപ്പമല്ല. ബിസിനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാവിയിലേക്ക് വീട്ടിൽ വരരുത് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കറിയണം. രണ്ടാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ തമ്മിലൊരു ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ?
ഫൗണ്ടേഴ്സ് അഗ്രിമെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. ബിക്കോസ് എനിക്ക് പൊതുവെ ലൈക്ക് ഫോർ മീ ഒരു പരിധിവരെ ഞാൻ പെർഫെക്ഷനിസ്റ്റ് ആണ്. സോ ഐ നീഡ് എവറിത്തിങ് ടു ബി ഓൺ പേപ്പർ. ഞാനിപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ ഓഫർ ലെറ്റർ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ എവറിബഡി സൈൻസ് ഇറ്റ് ഓൺലൈൻ, ബട്ട് ഐ ടേക്ക് എ കോപ്പി ഓഫ് ഇറ്റ് ആൻഡ് ഐ കീപ്പ് ഇറ്റ് ഫൈൽഡ്. അപ്പോൾ എനിക്കത് ഭയങ്കര മാൻഡേറ്ററി, എസ്പെഷ്യലി ഡോക്യുമെന്റേഷൻ സംഭവങ്ങൾ. മേ ബി എൻ്റെ ഫാദറിൻ്റെ അടുത്ത് കിട്ടിയായിരിക്കും. എൻ്റെ ഫാദർ വെച്ച എല്ലാ റെസിപ്റ്റ്സും ഒക്കെ ഫോട്ടോ എടുത്ത് വെക്കും, ഫയൽ ചെയ്ത് വെക്കും. സോ ഫൗണ്ടേഴ്സ് അഗ്രിമെന്റ് ഡോക്യുമെന്റേഷൻ, ദാറ്റ് ഇസ് സംതിങ് ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബോത്ത് ഓഫ് അസ്. ബിക്കോസ് നാളെ കാലത്ത് ദർ ഷുഡ് ബി ലൈക്ക് ഇപ്പം നമ്മൾ സ്കെയിൽ ചെയ്ത് മേ ബി ഫ്യൂച്ചറിൽ വേറൊരു കോ ഫൗണ്ടർ ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ VCs ആരെങ്കിലും ഒന്ന് എക്വയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ബിക്കോസ് വി ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദർ ഇസ് സംതിങ് എന്താ പറയുക, എന്തെങ്കിലും മിസ്ഹാപ്പ് നടന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. സോ വി ഹാവ് ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ്. സെക്കൻഡ് തിങ്, ഹസ്ബൻഡ് വൈഫ് ഡൈനാമിക്. ഐ തിങ്ക് നമ്മൾ എക്സ്പീരിയൻസിൽ ഹാവിങ് യുവർ പാർട്ട്ണർ ആസ് എ കോ ഫൗണ്ടർ ഹാസ് വർക്ക്ഡ് വെൽ ഫോർ അസ്. രണ്ട് കാര്യങ്ങൾ. ബിക്കോസ് ഐ തിങ്ക് ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ ഒരു മറയില്ല, എന്തെങ്കിലും നമ്മൾ ഭയങ്കര ഓപ്പൺലി ക്രിട്ടിസൈസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഓപ്പൺലി കുറച്ചും കൂടി വൾണറബിളും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റേതൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും നമ്മൾ കോ ഫൗണ്ടർ ആണെങ്കിൽ പല സിറ്റുവേഷൻസിലും വാട്ട് ഹാപ്പൻസ് ആൾക്ക് ഫീൽ ആവുമോ എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടിയിരിക്കും. ബിക്കോസ് ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി കഴിഞ്ഞാൽ ലൈക്ക് ഒരു മറയൊന്നുമില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. സോ ദാറ്റ് ഈസ് ദെയർ. സോ നമ്മളെ കേസിൽ ഇറ്റ് ഹാസ് ബീൻ ബെനിഫിഷ്യൽ. പിന്നെ ചോദിച്ചത് മറ്റേ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണെന്നുള്ളത്. ഐ തിങ്ക് ഇനീഷ്യലി ഞാനും നസീഫും മാത്രമെല്ലാം ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഓഫീസിലുള്ള കാര്യം എന്തായാലും വീട്ടിൽ പോകും. ബിക്കോസ് നമ്മൾ രണ്ടുപേരും മാത്രമേ മാനേജ് ചെയ്യുന്നുള്ളൂ. എല്ലാം എവറിത്തിങ് വാസ് ഓൺ ആ ഹെഡ്. സോ 24 hours നമ്മൾ ഫെമിസേഫിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം അത് കുറച്ച് മാറി വരുന്നുണ്ട്. വി ഹാവ് എ ബെറ്റർ ടീം, വി ഹാവ് ബിഗർ ടീം. അപ്പം കുറേ സമയങ്ങളിൽ നമ്മൾ ടീമിനെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ഹെഡ് സ്പേസ് ഉണ്ട്. സോ യെസ്, വി ഡു ഡിസ്കസ് അബൌട്ട് ഫെമിസേഫ് അറ്റ് ഹോം. പക്ഷേ എല്ലാം പോയിന്റ് ആണ്. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഐഡിയാസ് വരുമ്പോൾ നമ്മൾ അപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ പ്രൊഡക്റ്റീവ് കോൺവെർസേഷൻസ് ആണ്. മുമ്പ് ഇറ്റ്സ് ലൈക്ക് ചില സമയത്ത് ഇറ്റ് യൂസ് ടു ഗെറ്റ് പേഴ്സണൽ. നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും നമുക്ക് ഡിസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്വിയസ്ലി മനുഷ്യന്മാരാണ്, ഈഗോ ഉണ്ടാവും, യു ഡിഡ്ന്റ് ടേക്ക് മൈ ഡിസിഷൻ അങ്ങനെ ഇങ്ങനെ. That used to go back home. പക്ഷെ ഇപ്പം ഇറ്റ്സ് നോട്ട് there, right? I think we have evolved. പിന്നെ നമ്മളും ക്ലിയർ ആണ്, നമ്മുടെ സ്കിൽ സെറ്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. നൗറിൻ ഈസ് ഗുഡ് അറ്റ് സർട്ടൻ തിങ്സ്, ഐ എം ഗുഡ് അറ്റ് സർട്ടൻ തിങ്സ്. ഇപ്പം നൗറിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നൗറിനാണ് ഫൈനൽ ഡിസിഷൻ മേക്കർ. ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യണമെന്നായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം അത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്, വിറ്റ് പോകുന്നറിയാം. പിന്നെ നൗറിൻ വരെ നമ്മൾ ബ്രാൻഡായിട്ട് അത് അലൈൻ ചെയ്തില്ല, നമുക്ക് വേണ്ട വെച്ചെങ്കിൽ ആരും ഒബ്ജക്റ്റ് ചെയ്യില്ല. എവരിബഡി ഗോസ് വിത്ത് തർക്കും. നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് അങ്ങനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ചു എങ്ങനെയാണ് ചില ഞാൻ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ദ ഫൈനൽ കോൾ ഈസ് മൈൻ. സിമിലർലി വി ഹാവ് ഗിവൻ ദ സെയിം അതോറിറ്റി ടു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓൾസോ. അവർക്കാണ് ഫൈനൽ കോൾ ഉള്ളത്. അപ്പോൾ ദാറ്റ് വി ആർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് അക്രോസ് ദ കമ്പനി. ഐ തിങ്ക് വെൻ ബൗണ്ടറീസ് ആർ ക്ലിയർ, റൈറ്റ്? മറ്റേതിപ്പം നമ്മൾ അഗൈൻ ഞാൻ പറയാം, ഞാൻ നസീഫും എല്ലാം കൂടി നമ്മൾ രണ്ടുപേരും മിക്സ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ദർ വർ മോർ കൺഫ്യൂഷൻസ് ആൻഡ് സ്റ്റഫ്. പക്ഷേ ഓവർ ദ ഇയേഴ്സ് എനിക്കൊന്ന് ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോൾ തന്നെ വി ന്യൂ ഹീൽ ടേക്ക് കെയർ ഓഫ് ഓൾ ദ ഫൈനാൻസ്, മാർക്കറ്റിംഗ് സ്റ്റഫ്. And I would take care of human resource, content, product development, and customer happiness. So അതുകൊണ്ട് it's like നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, നസീഫ് ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഇൻ ഹിസ് ഡിപ്പാർട്ട്മെന്റ് ഹി നോസ് ദ ബെസ്റ്റ് അബൌട്ട് ദാറ്റ്. ചില ഡിസിഷൻസ് ഉണ്ട് വിച്ച് വി ബോത്ത് മേക്ക് മ്യൂച്വലി. സോ അത് അങ്ങനെ നമ്മൾ ചെയ്യും. പക്ഷേ അഗൈൻ ഐ തിങ്ക് ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഇവോൾവ് ആയി വന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തായാലും I don't think അങ്ങനെ നമ്മൾ ഓവർ ദ പീരീഡ് അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ചു. ലൈക്ക് വി ഹാവ് ഗോട്ട് യൂസ് ടു ഇറ്റ്. സോ ഞാൻ പറഞ്ഞ നിങ്ങളുടെ റിലേഷൻഷിപ്സിന്റെ ഫണ്ടമെന്റൽ ശരിയാണെങ്കിൽ മാത്രമേ കോ ഫൗണ്ടർ ആവാൻ പാടില്ല. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അവിടെ റെഡി അല്ല തന്നെ അവിടെ ഓക്കെ അല്ലാതെ ഇവിടെ പൊട്ടും, നേരെ തിരിച്ചിട്ടും. ഇപ്പൊ രണ്ടും ബാലൻസ് ആയി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ മനുഷ്യന്മാരാണ്, ഈഗോ എന്തായാലും ഉണ്ടാവും obviously. But I think at the end of the day, when you understand that, okay, in the office you guys are co-founders and at home you guys are husband and wife, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബിക്കോസ് ചില സമയത്ത് എന്താ പറയുക വെച്ചാൽ നമ്മൾ ടു മച്ച് ഹസ്ബൻഡ് വൈഫ് ചിന്തിക്കുമ്പം നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ വർക്കിൽ എടുക്കുന്ന ഡെസിഷൻസ് ചിലപ്പോൾ ബയസ്ഡ് ആവും. സോ ഐ തിങ്ക് ഇവിടെ വി ആർ മോർ ലൈക്ക് എന്നൊരു പക്ക കോ ഫൗണ്ടേഴ്സ് ആണ്. ബിക്കോസ് നമ്മളിവിടെ ടീം ബോണ്ടിങ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പം നമ്മളെ ടീംമേറ്റ്സ് എന്നെ നസീഫിനും വേറെ ടീമിലിടാം. ഭയങ്കര ലൈക്ക് നമ്മൾ ഭയങ്കര മറ്റേ സ്പിരിറ്റ് ആയിരിക്കും ടീമിൽ, ലൈക്ക് എന്താ പറയുക ഞാൻ നിന്നെ തോൽപ്പിക്കും ആ ഇതാണ്. സോ ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബട്ട് അറ്റ് ഹോം ഇറ്റ്സ് ലൈക്ക് വെരി യൂണിറ്റ്. പിന്നെ ഫെമിസേഫിന് നമ്മൾ രണ്ടുപേരും വിഷൻ സെയിം ആണ്. സോ വി നോ ദാറ്റ് നസീഫ് വിഷൻ എടുത്താൽ ഞാൻ എടുത്താലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കമ്പനി വളരണം എന്നുള്ളതാണ്. But we work in different ways. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ഇപ്പോൾ നോർമലി ഫെമിസേഫിൻ്റെ 2-3 റൗണ്ട് ഇപ്പോൾ പ്രീ സീഡും സീഡും ഇപ്പോൾ നെക്സ്റ്റ് ഫേസ് ആണെങ്കിലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശരിക്കും ഒരു ഫണ്ട് റൈസിങ്ങിന് പോകുന്ന ഫൗണ്ടർക്ക് നോർമലി ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ട്രിക്കി ആയിട്ടുള്ള പേഴ്സണ് വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം.
പക്ഷേ എക്സിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും ക്ലാരിറ്റി എങ്ങനെയായിരുന്നു? ഞാനൊരു 1 crore റേസ് ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ ഇൻവെസ്റ്റർക്ക് എങ്ങനെ എക്സിറ്റ് കൊടുക്കും? വാലുവേഷൻ്റെ പുറത്താണെന്ന് അറിയാം, ടേൺ ഓവറിൻ്റെ പുറത്താണ്. പക്ഷേ എന്തോരം ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? അതിനെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്തേക്കുന്നത്? ഇപ്പം നമ്മുടെ കേസിൽ ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് മോർ ദൻ എക്സിറ്റ്, ഇൻവെസ്റ്റേഴ്സ് ആർ മോർ ക്യൂരിയസ് ടു സി ആർ വി ദ റൈറ്റ് ടീം ടു ബിൽഡ് ഇറ്റ്, or is it the right time? ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലുണ്ട്. എക്സിറ്റിനെ കുറിച്ച് വളരെ കുറച്ച് ഡിസ്കഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ് ഇഫ് ദേ ക്യാൻ ബിൽഡ് ഇറ്റ് വിൽ ബി സോൾഡ്. കാരണം നമ്മളിപ്പോൾ എസ്പെഷ്യലി D2Cയിൽ കുറേ കൺസോൾട്ടേഷൻ നെക്സ്റ്റ് 2 to 3 years നടക്കും. ഒരുപാട് ബ്രാഞ്ച്, അതായത് ഈ 50 to 100 crore റവന്യൂള്ള ബ്രാഞ്ചൊക്കെ അക്വയർഡ് ആയി. ഇപ്പോൾ മാരിക്കോം HUയിലൊക്കെ ഓടി നടന്ന് ബ്രാഞ്ചിനെ വാങ്ങിക്കുകയാണ്. അപ്പം നമ്മൾ എൻഗോൾ ഈസ് M&A ആണ് നമ്മുടെ പ്ലാൻ. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഒബ്സസ്റ്റിനേക്കാളും ഇത് ബിൽഡിങ്ങിനാണ് നമ്മൾ ഒബ്സഷൻ കൂടുതൽ. റൈറ്റ് സാധനം ബിൽഡ് ചെയ്യുക, ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്നുള്ളതാണ് നമ്മുടെ തോട്ട് പ്രോസസ്. ഒരുപാട് കുട്ടികളും അതുപോലെ ഒരുപാട് ഇന്നോവേറ്റേഴ്സും D2C തുടങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിഫൈ ഇതൊക്കെ പറഞ്ഞ് ഒന്നും അറിയാതെ ഒരുപാട് പേര് നമ്മളെയും പലരെയും വിളിക്കുന്നുണ്ട്, നിങ്ങളെയും വിളിക്കുന്നുണ്ടായിരിക്കും. D2Cയിലേക്ക് ഇറങ്ങുന്ന പുതിയ സ്റ്റാർട്ടപ്സിനടുത്ത് 2 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇത് ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെ 2 കാര്യങ്ങൾ നിങ്ങൾ പറയും? എൻ്റെ പേര് നീ ഓരോ ഷോട്ടിലും മൈക്ക് ഓരോ സ്ഥലത്ത് ശരിക്കും സെപ്പറേറ്റ് ഞാൻ ആലോചിക്കട്ടെ എന്തൊക്കെ പറയുമ്പോൾ. ഞാൻ നോർമലി എന്താ ചെയ്താൽ ഈ പിള്ളേർ ഞാൻ കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി വരും, കമ്പനി ഫോം ചെയ്യിക്കില്ല. ഈ പ്രൊപ്പറേറ്റർഷിപ്പും GST വെച്ചിട്ട് മാസം 5 ലക്ഷം ചെയ്ത് കാണിക്കുക, എന്നിട്ട് കമ്പനി ഫോം ചെയ്യും. അതാണ് ചെയ്യുക. ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന മോഡൽ അതാണ്. പിന്നെ മിനിമം ഒരു 2 year ബ്രേക്ക് ഓൺ ആവുന്നില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കണം, നിർത്തി പോകാറില്ല. ഐ തിങ്ക് ഈ ഇടയ്ക്കൊരു കഫേന്റെ ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ D2C സ്റ്റാർട്ടപ്പ് ഒക്കെ ഭയങ്കര ഇപ്പൊ സെലിബ്രേറ്റഡ്, പ്രത്യേകിച്ച് ഷാർക്ക് ടാങ്കിന് ശേഷം. സോ എവറിബഡി ഈസ് ലൈക്ക് ആ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട്, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം, ചൈനയിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. സോ യു ക്യാൻ ഡൂ ദാറ്റ്. ബട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിലേക്ക് കടക്കുമ്പോഴും നമുക്ക് ആ ഇൻഡസ്ട്രിനെ കുറിച്ച് നോളജ് ഉണ്ടാവണം, അല്ലെങ്കിൽ വി കനോട്ട് ക്യാച്ച് അപ്പ് വിത്ത് ഇന്നോവേഷൻ. ദാറ്റ് ഈസ് വൺ തിങ്. സോ D2C സ്റ്റാർട്ടപ്സ് തുടങ്ങുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണോ സെല് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഫീമെയിൽ വെൽനസ് ഹൈജീൻ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ ആസ് എ ഫൗണ്ടർ യു നീഡ് ടു ബി ഒബ്സസ്ഡ് അബൌട്ട് ദ പ്രോഡക്റ്റ്. യു ഷുഡ് ബി ഒബ്സസ്ഡ് അബൌട്ട് ദ സൊല്യൂഷൻ ദാറ്റ് യു ഗിവിംഗ് ടു യുവർ കസ്റ്റമേഴ്സ്. എന്നാലേ നമുക്ക് അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഇന്നോവേഷൻസ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മൾ വേറൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ അതേ പ്രോഡക്റ്റ് ഇതാക്കും. യു കനോട്ട് ഡിഫറൻഷിയേറ്റ് യുവർ സെൽഫ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത്രയും ഫണ്ടഡ് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നമുക്ക് പൈസ ഇട്ട് കത്തിക്കാം മാർക്കറ്റിംഗിന്. സോ ദാറ്റ് ഈസ് വൺ തിങ്. ബി ഒബ്സസ്ഡ് വിത്ത് ദ പ്രോഡക്റ്റ്, വിത്ത് ദ പ്രോബ്ലം ദാറ്റ് യു ട്രൈങ് ടു സോൾവ്. അപ്പോൾ ആ ഒബ്സഷൻ നമുക്ക് പ്രൊഡക്റ്റിലും ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാൻ തുടങ്ങും. ദാറ്റ്സ് വൺ തിങ് ഐ വുഡ് സേ. സെക്കൻഡ് തിങ് നിങ്ങൾ ഇറങ്ങുന്ന കാറ്റഗറിയിലെ ടാം നോക്കുക, അതായത് ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ്. ഇപ്പോൾ വളരെ ചെറിയ മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇറങ്ങിയിട്ട് നിങ്ങൾ 1 കൊല്ലം കൊണ്ട് സ്റ്റക്ക് ആവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഫൈൻഡ് എ മാർക്കറ്റ് ദാറ്റ് ഹാസ് ഡീസെൻറ്റ് ടാം. ഓൾസോ നിങ്ങൾക്ക് വൈറ്റ് സ്പേസ് കണ്ടുപിടിക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ അണ്ടർ ആർമർ എന്നുള്ള കാറ്റഗറി കുറേ നാളായിട്ട് മാർക്കറ്റിൽ ഓടുന്നുണ്ട്. അത്യാവശ്യം നിവിയ, Rexona ഒക്കെ ചെയ്യുന്നുണ്ട്. പുതിയ കുറച്ച് ബ്രാൻഡ്സ് വന്നിട്ട് ബോട്ട് ദേ ഡിഡ്. അതിൻ്റെ അകത്ത് കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് AHA BH. അപ്പോൾ അത് ഓർഡറും കൺട്രോൾ ചെയ്യും, അണ്ടർ ആം ലൈറ്റനിങ്ങും ചെയ്യും. ഇറ്റ്സ് എ ബ്രാൻഡ് ന്യൂ കാറ്റഗറി. ഇപ്പോൾ ആമസോണിൽ ഏകദേശം എനിക്കൊന്ന് 10 കോടി എങ്ങാനും 10 കോടിൻ്റെ കാറ്റഗറി ലാസ്റ്റ് ഒരു 2 years കൊണ്ട് ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ വൈറ്റ് സ്പേസ് കണ്ടുപിടിക്കാൻ പറ്റിയ കാറ്റഗറീസിലേക്ക് മാത്രം ഇറങ്ങുക. എല്ലാവരും പോകുന്നിടത്ത് പോകരുത്. കാരണം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, ക്യാക്ക് ഭയങ്കര ഹൈ ആണ്, നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് തിങ്ങേഴ്സ് ചില ആൾക്കാർ പറയും ഞാൻ ഭയങ്കര നീഷാണ് ചെയ്യുന്നത്. The thing with niche is that sometimes, right, again, Nasif, the TAM and issue വരുമില്ല. ഭയങ്കര niche ആണെങ്കിൽ you are addressing only very small set of people. ഒന്നുകിൽ if your product is very niche, it has to be a little expensive. അപ്പോൾ you can have like low volume പക്ഷേ high average order value. അല്ലെങ്കിൽ നിങ്ങൾ മാസ് പ്രൊഡക്റ്റിലേക്ക് പോവാം. സോ അതന്നെ whatever however you're trying to be, either മാസ് ആണോ niche ആണോ, ടാർഗറ്റ് ഓഡിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ pricing of the product is very important. Don't get into low volume, low price trap. Okay.